അത് കണ്ണൂരിൽ RPF ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. RPF ഉദ്യോഗസ്ഥനായ ശശിധരനാണ് ആക്രമിക്കപ്പെട്ടത്. സംഭവത്തിൽ ബമ്പറം സ്വദേശിയായ ധനേഷ് എന്നയാളെ പിടികൂടിയിട്ടുണ്ട്. കണ്ണൂരിലേക്ക് പോകാം. ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ബിജീഷ്, എന്താണ് ഉണ്ടായത്? ഇത് ഇന്നലെ രാത്രി 11:30 ഈ സംഭവം നടക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ അവിടെ ഒരു ലേഡീസ് വെയിറ്റിംഗ് റൂമുണ്ട്. അതിന് മുന്നിലായിട്ട് ഒരാൾ കിടക്കുന്നത് കണ്ടിട്ടാണ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ശശിധരൻ അടുത്തെത്തുന്നത്. തുടർന്ന് ഇയാളെ പോലീസ് പരിശോധിക്കുന്നതിനിടെ ഇയാൾ ശശിധരനെ ആക്രമിക്കുകയായിരുന്നു. ശശിധരന്റെ കയ്യിൽ പിടിച്ചു കടിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ശശിധരൻ പിന്നീട് ചികിത്സ തേടുകയും ചെയ്തു. മമ്പറം സ്വദേശിയായിട്ടുള്ള ധനേഷ് എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. നമുക്കറിയാം, റെയിൽവേ സംവിധാനങ്ങളിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിലാണ് പരിശോധന കർശനമാക്കിയിരുന്നത്. ലേഡീസ് വെയിറ്റിംഗ് റൂമിന്റെ മുന്നിൽ കിടക്കുകയായിരുന്നു ധനേഷ് എന്നാണ് പറയുന്നത്. ഇയാൾ റെയിൽവേയിലെ തന്നെ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും ധനേഷ് ഇപ്പോഴും റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. അല്പം കഴിഞ്ഞ് ധനേഷിനെ കോടതിയിൽ ഹാജരാക്കും. ആ സമയത്ത് റെയിൽവേ ഉദ്യോഗസ്ഥനാണോ എന്നുള്ള കാര്യത്തിനകത്ത് നമുക്കൊരു സ്ഥിരീകരണം ലഭ്യമാകും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിന് ശേഷം കണ്ണൂരിൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. അത് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായിരിക്കുന്നത്. ജിൽസി.